ഹലോ പ്ലസ് വൺ മക്കളെ, അങ്ങനെ ഫിസിക്സ് എക്സാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഫിസിക്സ് എക്സാം എന്ന് എല്ലാവരും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പൊ അതെനിക്ക് അറിയണം. കാരണം നമ്മൾ അടുത്ത മാത്സ് എക്സാമിന് നിങ്ങൾ ചിലപ്പോൾ മെന്റലി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് അയക്കുന്നുണ്ടാവും. എനിവേസ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഫസ്റ്റ് കാര്യം അത്. സെക്കൻഡ് കാര്യം മക്കളെ, നിങ്ങൾക്ക് മാത്സ് ഫിസിക്സ് നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്ത കാര്യം, നിങ്ങളുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാത്സ്. മാത്സ് എങ്ങനെ പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാത്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 3 ഡേയിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കേണ്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം, A+ വേണ്ടവർക്ക് അറിയാം അല്ലേ. ഇന്നിപ്പോൾ 80+ വേണമെങ്കിൽ എന്താണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട്, ഈ ചിലർ ഇമ്പ്രൂവ്മെന്റ് എഴുതുന്നുണ്ടാവും, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ 3 ദിവസം എങ്ങനെ +1 മാത്സ് പഠിച്ച് മാക്സിമം മാർക്സ് മേടിക്കാനുള്ള കാര്യം പറഞ്ഞുതരാം മക്കളെ. എക്സാം കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം കിട്ടണം ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അടിക്കുക, പഠിക്കാൻ തുടങ്ങുക, പ്ലാൻ കേൾക്കുക. ഓക്കെ, പ്ലാൻ ഇസ് വെരി സിമ്പിൾ മക്കളെ, പ്ലാൻ ഇസ് വെരി സിമ്പിൾ. ഇവിടെ നോക്കിക്കോ, നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ 10 മണിക്കൂർ ലൈവ് കാണുക. ഇപ്പം തന്നെ ഏകദേശം 3-3.5 ലക്ഷം, ചിലപ്പോൾ 4 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്, വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം അതിനർത്ഥം ഈ 10 മണിക്കൂർ കണ്ട ഗുണം എന്താണ്? ഓക്കെ, ഇത് ഇപ്പം തന്നെ തുടങ്ങുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങണം, അല്ലെങ്കിൽ യു ആർ ബിഹൈൻഡ്. നിങ്ങൾ ബാക്കിയുള്ള ലക്ഷക്കണക്കിന് കുട്ടികളെല്ലാം പുറകിലായിപ്പോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കോമൺ ആയിട്ടും എപ്പോഴും ചോദിക്കുന്ന PYQs ഇല്ലേ, PYQs അത് NCERT ആയിക്കോട്ടെ, ഏറ്റവും കോമൺ ആയി ചോദിക്കും. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുന്നുണ്ട്, എല്ലാ ചാപ്റ്ററും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ PYQs ആണിത്. ഇത് ഡിഫിക്കൽട്ട് അല്ല, ഇത് കൂടുതലും മക്കളെ ഈസി ടു മീഡിയം ലെവൽ. എന്താണ് ഈസി ടു മീഡിയം ലെവലാണ്. അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് പഠിക്കണം ആദ്യം, എന്നിട്ടേ നിങ്ങൾ ബാക്കി കിടക്കാൻ പാടുള്ളൂ. നിങ്ങൾ NCERT മിസ്ലേനിയസ് വേണോന്നോ, സാർ എക്സസൈസ് വേണോന്നോ, അല്ലെങ്കിൽ ഞാൻ വേറെ ബുക്ക് വരെ നോക്കണം, ആദ്യം ഇത് തീർക്കാം. ഇത് 10 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണാം, സ്കിപ്പ് അടിച്ച് കാണാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വേഗം അടുത്തേക്ക് പോയി, ഒരു കുഴപ്പമില്ല, ദിസ് ഈസ് അപ് ടു യു. പക്ഷെ ഇത് കണ്ടിട്ട് വേണം. കാരണം ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ ഇത്രേ ഉള്ളൂ. എക്സാം കഴിഞ്ഞ് ഞാൻ കുറേ സ്ക്രീൻഷോട്ട് ഇടും, ഞാൻ പഠിപ്പിച്ചേ വന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കൂടുതൽ സ്ക്രീൻഷോട്ട് ഇതിൽ നിന്നായിരിക്കും. നിങ്ങളുടെ പേപ്പർ ഈസി ആയാൽ ഇതിൽ നിന്നായിരിക്കും, മീഡിയം ആയാൽ മിക്കതും നിന്നായിരിക്കും, ടഫ് ആയാലും 70% ഇവിടെ. നിങ്ങൾക്ക് പേപ്പർ ഇപ്പോൾ ഭയങ്കര ടഫായി എന്ന് വിചാരിച്ചോ? ടഫ് ആവാന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 10-20%, ഓക്കെ, 10-20% ടഫ് ആക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 70-80% എവിടുന്നാ വരിക? 80% വിൽ കം ഫ്രം ദിസ് ഈസി PYQ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് കാണുക ഫസ്റ്റ് തന്നെ. അതിനുവേണ്ടി ടൈം ഞാൻ തന്നിട്ടുണ്ട്, ടൈം പ്ലാനിലും ഉണ്ട്. അപ്പൊ നമുക്ക് പ്ലാനിലേക്ക് കിടക്കാം. ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പം ഫിസിക്സ് എക്സാം എഴുതി കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞാൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നില്ല, ബ്രൈറ്റ്നസ് കുറച്ച് കൂടിപ്പോയി. നിങ്ങളൊക്കെ ഇന്ന് ഞാൻ കുറച്ച് ഓൾ ഫോർമുല വീഡിയോ, നിങ്ങൾക്ക് എല്ലാ ഫോർമുലാസ് ഉള്ളൊരു വീഡിയോ വരും. ഓക്കെ, ഇതിപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ടുണ്ടാവും, പേടിക്കേണ്ട. ഓൾ ഫോർമുല നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമുലയൊക്കെ വെച്ചിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അതുപോരാതെ നിങ്ങളിത് സ്വന്തം 10 hour ലൈവ് റീക്യാപ്പ് ചെയ്യണം. കണ്ടവര് ഒന്നുകൂടി കാണണമെന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറുതായിട്ട് റിവൈസ് ഒക്കെ ചെയ്യാം, ഫോർമുല ഷീറ്റ് ഒക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് 10 hour ലൈവിന്റെ റീക്യാപ്പ് നിങ്ങൾ പോയി കാണണം. കാണാത്തവര് അത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ശ്രമിച്ചാൽ 6 മണിക്കൂർ തീരും. നിങ്ങൾ അതാദ്യം ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ എന്താ ചെയ്യാവുന്നത്? മാർച്ച് 23rd സൺഡേ നമ്മൾ ചെയ്യാവുന്നത് 12 മണിക്കൂർ ലൈവാണ് മക്കളെ. 12 hours, 12 മണിക്കൂർ ഞാൻ ലൈവ് എടുക്കാൻ പോവാണ്. ടെക്നിക്കലി 11 മണിക്കൂർ 59 മിനിറ്റ് ആയിരിക്കും. കാരണം 12 മണിക്കൂറിനെക്കാട്ടും എടുത്താൽ യൂട്യൂബ് അത് സേവ് ആക്കൂല, അപ്പൊ അത് കളയാൻ പറ്റൂല. അപ്പൊ 11 മണിക്കൂർ 51 മിനിറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വരണം രാവിലെ 11 AM to 11 PM. 11 AM to 11 PM 12 മണിക്കൂർ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ആ 10 മണിക്കൂറിൽ ഒരു സാധനം ആയിരിക്കില്ല. ഈ 10 മണിക്കൂറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ഞാൻ നിങ്ങളെ 12 മണിക്കൂറിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ 12 hour ഞാൻ എന്താ പഠിപ്പിക്കാൻ പോകുന്നത് മക്കളെ? നിങ്ങൾ കുറെ ആൾക്കാർ സാർ NCERT-യിലെ കുറച്ച് ടഫ് ചോദ്യങ്ങൾ അല്ലേ, NCERT-യിലെ ഒരു ടഫ് ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി PYQs ചെയ്യും, NCERT-യും ചെയ്യും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിലും കൂടുതലും മീഡിയം ടു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് മീഡിയം ടു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ? നാളെ പേപ്പർ മാത്സ് ടഫ് ആയാൽ അല്ലെ മീഡിയം ലെവലായാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ട്വിസ്റ്റഡ് ആയിക്കോട്ടെ, ട്വിസ്റ്റഡ് അല്ലാണ്ട് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ പക്ഷേ ഫുള്ള് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയ അല്ല. ഓക്കെ, അല്ല, നിങ്ങൾക്ക് മീഡിയം ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അത് നിങ്ങൾക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്, മീഡിയം ടു ഡിഫിക്കൽട്ട് ലെവലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 10 മണിക്കൂർ കണ്ടിട്ട് ഇങ്ങോട്ട് വരണം. കാരണം 10 മണിക്കൂർ ഏറ്റവും ഈസി ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, 12 മണിക്കൂർ എൻ്റെ കൂടെ ഉണ്ടാവണം, ഞാൻ ഉണ്ടാവും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക്
മൺഡേ നിങ്ങൾക്ക് രാവിലെ സമയം നിങ്ങൾക്ക് ഇത് ഈ 12 മണിക്കൂർ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റാത്തവർക്ക് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, നിങ്ങൾക്ക് അത് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ 10 hours ആ PYQ ലൈവ് ഇല്ലേ, ഇതാ ഇവിടെ നമ്മൾ പണ്ട് ചെയ്ത് ആ ലൈവ് നിങ്ങൾക്ക് നോക്കാം. പ്ലസ് NCERT ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ പറഞ്ഞത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ അലൻ സാറിന്റെ ചാനലിൽ വന്നിട്ടുണ്ട്. അത് പോയാൽ നോക്കിയാൽ മതി. ഓക്കെ, NCERT എക്സസൈസ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം സാറേ, അതൊക്കെ ചെയ്യാൻ സമയമുണ്ട്. മൺഡേ രാവിലെ. വൈകുന്നേരം ഒരു 3 hours. ഓക്കെ, ഒരു 3 hour ലൈവ് ആയിരിക്കും. 3 hour ഫൈനൽ റിവിഷൻ ആയിരിക്കും 7:30 to 10:30. ഓക്കെ, ഇതാണ് പ്ലാൻ. അപ്പം ഞാൻ നിങ്ങളോട് 12 മണിക്കൂർ ഇവിടെ ഉണ്ടാവും, ഇവിടെ 3 മണിക്കൂർ ഉണ്ടാവും. ഇന്നില്ല, ഇന്ന് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എൻ്റെ 10 മണിക്കൂർ ലൈവ് കാണാത്തവർ കണ്ടിട്ട് വരും. നാളെ ഞാൻ പോയിടുമ്പോൾ എല്ലാവരും ഉണ്ടാവണം, എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് +1 മാത്സ് എന്ന് പറഞ്ഞാൽ അലൻ സാറിന്റെ ലിങ്ക് ട്രീയിൽ ഞാൻ ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി കുറേ വീഡിയോസ് വരും. അപ്പം സാറേ എവിടെയൊക്കെ എന്തൊക്കെ വീഡിയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ലിങ്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ 3-4 ദിവസം എന്തൊക്കെ വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഫസ്റ്റ് കാര്യം, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാം ഈ 10 hour ലൈവ് ഉണ്ടാവും, ഈ 10 hour ലൈവ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തപോലെ NCERT-യിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് NCERT എക്സസൈസിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്? സാർ എല്ലാ ക്വസ്റ്റിനും പറ്റൂല, ഏത് ക്വസ്റ്റിനാണ് പഠിക്കേണ്ടത്? ആ വീഡിയോ എവിടെ വരുന്നറിയോ? അലൻ സാറിന്റെ യൂട്യൂബ് ചാനലിലുണ്ടാവും. ഓക്കെ, കുറച്ച് എക്സാമിനറിലുണ്ടാവും, കുറച്ച് അലൻ സാറിന്റെ യൂട്യൂബ് ചാനലിലുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അലൻ സാറിന്റെ യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അലൻ സാറിന്റെ യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പേപ്പർ കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ, നിങ്ങൾക്ക് വേണ്ട എക്സ്പ്ലനേഷനും ഇനിയിപ്പോൾ ചതിയാണോ അല്ലെ എല്ലാ കാര്യങ്ങളൊക്കെ അവിടെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെയാണ് ഞാൻ NCERT-യിൽ ഏതൊക്കെ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ലിങ്ക് ട്രീ നിങ്ങൾ എടുത്തു വെക്കുക. പിന്നെ മക്കളെ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഈ അലൻ സാറും അലക്സ് സാർ എക്സാമിനർ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചാൽ നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചാൽ സെറ്റ് ആവും, അവസാനത്തെ ദിവസങ്ങൾ ഇരുന്ന് 20-30 മണിക്കൂറേക്കാളും ഭേദം ആദ്യം മുതൽ പഠിക്കാമെന്ന് തോന്നുകയാണ്, അത് ബെറ്റർ ആണെന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സാമിനറിന്റെ +2 ബാച്ചസ് സയൻസ് ഉണ്ട്, ഉയരെ കൊമേഴ്സ് ഉണ്ട്, ജ്വാല. നിങ്ങൾക്ക് നീറ്റോ ജെഇഒ നോക്കുന്ന ആൾക്കാർക്ക് JEE ബാച്ച് ഉണ്ട്, നീറ്റ് ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇൻഫോർം ചെയ്തേ ഉള്ളൂ. ഓക്കെ, റെഡി? പിന്നെ മക്കളെ, ഈ ചാനലിലായിരിക്കും വീഡിയോസ് വരാൻ പോകുന്നത്. ഇത് 25K ആയാൽ അലൻ സാറിന്റെ +1 +2 SSLC മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറേ വീഡിയോസ് വരുന്നുണ്ട്. എൻ്റെ റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, മെയിലൊന്നും അയക്കേണ്ട, കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് തരുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ മാത്സ് എക്സാം മക്കളെ. 10 മണിക്കൂർ +12 മണിക്കൂർ പ്ലസ് ഒരു കുഞ്ഞു ലൈവും കൂടി ചെയ്താൽ A+ ഉറപ്പ്. ഫസ്റ്റ് തന്നെ ആ 10 മണിക്കൂർ കാണാം. കാരണം പേപ്പർ സിമ്പിൾ ആണെങ്കിൽ ആ 10 മണിക്കൂറിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് A+ കിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നാളെ രാവിലെ 11 മണിക്ക് കാണാം.